പ്രിയമുള്ളവരെ, 14 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന കൊണ്ടോട്ടി നേർച്ചയിലേക്ക് ഇന്നലെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായി പോയപ്പോൾ നമ്മൾ കണ്ട ചില കാഴ്ചകൾ നിങ്ങളെ വിവരിക്കാട്ടോ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു നേർച്ച കേട്ടോ. നമ്മൾ കാണുന്ന മാതിരിയൊന്നല്ല. അവിടുത്തെ ചരിത്രങ്ങളും ചരിത്രമുറങ്ങുന്ന മണ്ണുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചരിത്രം കേട്ടോ. ഈ നേർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മതമൈത്രിയാട്ടോ. എല്ലാ മതങ്ങളും ഒരുമിച്ചിട്ടുള്ളൊരു മതമൈത്രി. അവിടെ ചെന്നാൽ നമുക്ക് എന്നും അവിടെ കഞ്ഞി വിതരണം ഉണ്ട്. ആർക്കും ചെന്നാലും കഞ്ഞി ഇഷ്ടം പോലെ കുടിക്കാട്ടോ. അവിടെ വരുന്നവർക്കൊക്കെ കഞ്ഞി കൊടുക്കണമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാനും എൻ്റെ സുഹൃത്തും വേണ്ടുവോളം കഞ്ഞി കുടിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതവിടെ പ്രത്യേകതയാണ്. ഇഷ്ടം പോലെ കുടിക്കുക, എത്രയും കുടിക്കുക, ആർക്ക് വന്നാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് അല്പം സംസാരിച്ച് ആ പ്രദേശമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ. എനിക്ക് തോന്നുന്നു 14 വർഷം മുടങ്ങി കിടന്ന ശേഷം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇന്നെ അത്ഭുതപ്പെടുത്തിയ എന്താണോ ഈ കല്ലാട്ടോ. ഈ വലിയ കുബ്ബ, കൊണ്ടോട്ടി കുബ്ബ പറഞ്ഞ ഈ പ്രദേശം ഈ മെഷീനറികളൊന്നും ഇല്ലാത്ത കാലത്ത് കൈക്കൊണ്ട് പിന്നെ ഓരോ വർക്കൊക്കെ ചെയ്ത് ഉയർത്തി വെച്ച കല്ല് കൊത്തുപണികളൊക്കെ നോക്കിട്ടോ. മിഷനറികളൊക്കെ ഇല്ലാത്ത കാലത്ത് ചെയ്ത കൊത്തുപണികളാണ്. ആ കുബ്ബൻ്റെ മേലുള്ളത് വലിയൊരു കല്ലാട്ടോ. എങ്ങനെ എത്തിയെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ കൊണ്ടോട്ടിക്ക് ചെന്നിട്ട് നിങ്ങളുടെ കുബ്ബയും മക്കാമും പരിസരവും ഒക്കെ നിങ്ങൾ വീക്ഷിക്കണം. അപ്പോഴേ നമുക്ക് അവിടുത്തെ അത്ഭുതം മനസ്സിലാവുള്ളൂ. ഇനിയും ചരിത്രം ഉറങ്ങുന്ന കൊണ്ടോട്ടിയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ലാസ്റ്റാണ് ഒന്ന് നോക്കാം. ആ കുബ്ബാട്ടോ, കുബ്ബൻ്റെ മേലെ ഒറ്റ കല്ലാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓലൊക്കെ ഈ പെട്ടിവരവിനെ കാത്തിച്ചു കേട്ടോ. ഞങ്ങളൊക്കെ തടിച്ചു കൂടിയത് പെട്ടിവരവ് വരുന്നിറക്കാണ്ട് എത്രയോ നേരത്തെ വന്ന് സീറ്റ് പിടിച്ച് കാണാനൊക്കെ നിൽക്കട്ടോ. അതിൽപ്പെട്ട ഒരു നാടകം നോക്കും, ഒരു കല നാടകം തോന്നുന്നുണ്ട്. ഇതൊക്കെ അവതരിപ്പിക്കട്ടോ. മതമൈത്രിയാണ് വിളിച്ചു വരുന്നത്. ഓരോ കലകളൊക്കെ അവിടെ നിന്ന് അവതരിപ്പിക്കാം. അതാണ് ഈ നാട്ടിലെ പ്രത്യേകത. എനിക്ക് തോന്നുന്നത് മഹാനായ തങ്ങളുടെ മഹാമാണ് ഇവിടെ ഉള്ളത്. പണ്ടത്തെ കാലം കാട് നിറഞ്ഞ പ്രദേശമില്ല. കാട്ടിലേക്ക് നാണയങ്ങളൊക്കെ എറിഞ്ഞ് എടുക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ വെട്ടിക്കഴിച്ചതാണ് കൊണ്ടുവട്ടി എന്നുള്ള പേര് വന്ന് തോന്നുന്നു. പോയപ്പോഴുള്ള വീഡിയോ ആണ് പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോകുന്നത് തീർച്ചയായും ഏറെ വൈകിയാണ് എല്ലാവരും കുറച്ചുകൂടി കുട്ടിവരവിനെ പണി നിൽക്കാനാണ് കാണാനാണ് എല്ലാവരും നിൽക്കുന്നത്.
നടക്കുന്നതിടയിൽ ഞങ്ങളിതൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വൈബാണ്. അതെങ്ങനെ കഴിച്ചിരിക്കുമ്പോൾ ഇതാ തങ്ങളിപ്പാപ്പ വരുന്നത് കേട്ടോ, കുതിരമ്പൽ ഇതാ വരുന്നത്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ പെട്ടി വരവൊക്കെ ഉണ്ട്. അങ്ങനെ കൊണ്ടോട്ടിയിൽ ഇന്നലെ ഒരു സൂചി ഇടാൻ സ്ഥലമില്ലാതെ അത്രയും ജനം. 14 വർഷത്തിന് ശേഷം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞൊരു നേർച്ചയാണ്. അപ്പം നേർച്ചകളും അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോസുമായി വരാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.